തന്നെയാണോ? ഒരാളെ കൊന്നത് സാഹചര്യം കൊണ്ടാണെന്ന് പറയാം. ഇത് രണ്ടുപേരെയല്ലേ താങ്കൾ കൊന്നത്? കേറാകത്ത്. താങ്കൾ ഇത്രയും നാളും പഠിക്കാത്ത കാര്യങ്ങൾ ഞങ്ങളിവിടെ പഠിപ്പിക്കും. അങ്ങോട്ട് കൊണ്ട് ആ കാഴ്ചയൊക്കെ കണ്ടോ സാറേ? ഒന്നോർത്താൽ ഒറ്റയ്ക്കുള്ള ജീവിതം നല്ല രസമാണ്, ഇല്ലയോ? ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, ഇഷ്ടമുള്ളത് വരാം. എന്നാ പിന്നെ അങ്ങനെ ജീവിക്കാൻ എന്താ? പറ്റില്ല അല്ലയോ? എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കണമെന്ന്. അത് തനിക്ക് കുടുംബത്തൊന്ന് കിട്ടുന്നുണ്ട്. ആഗ്രഹിച്ചത്രയ്ക്ക് കിട്ടിയില്ലെങ്കിലും കുറെയൊക്കെ കിട്ടുന്നുണ്ട്. അത് ശരിയാ. സ്നേഹത്തോടുകൂടി എന്റെ മുമ്പിൽ ചിരിക്കുന്നവരുണ്ടെങ്കിലും ഒരു വഞ്ചന ഞാൻ കാണുന്നുണ്ട്. ജീവിതം എന്നെ അങ്ങനെയാ പഠിപ്പിച്ചത്. ആളുകളുടെ മുമ്പിൽ സ്കൂൾ മാറ്റാം, പക്ഷേ വെറും വട്ടപ്പൂച്ചമാണ്. വേറൊരു വട്ടപ്പൂച്ചമാണോ? മാഷേ, മാഷേ, ആഹാ, കുഞ്ഞുനാളി മുതലേ മനസ്സുഖത്തോടുകൂടി കിടന്നുറങ്ങാൻ വലിയ ഇഷ്ടമായിരുന്നു. ആ ആഗ്രഹം ഇപ്പൊ അങ്ങ് തീർക്കുക. 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞ അമ്മ ദേഷ്യപ്പെട്ട് രാവിലെ എഴുന്നേൽപ്പിക്കും. അമ്മയോട് ദേഷ്യം തോന്നാറുണ്ടെങ്കിലും മാഷായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുമ്പോൾ അമ്മയോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട്. അമ്മ വളർത്തിയ മകനായതുകൊണ്ടാകാം ഒരു നല്ല മനുഷ്യനാകാൻ കഴിഞ്ഞത്. ആയിരിക്കാം. എന്നെ ചിരിച്ചു കണ്ടിരുന്ന മാഷ് സ്കൂളിലെ പ്രശ്നത്തിന് ശേഷം കുട്ടികൾ ആരും ചിരിച്ചു കണ്ടിട്ടില്ല. പഠിക്കാൻ മോശമായിരുന്ന കുട്ടിക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തു. അതാ ഞാൻ ചെയ്ത തെറ്റ്. കുട്ടിയുടെ മാനസിക നില തെറ്റിയതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിറ്റേന്ന് സ്കൂളിൽ പോയ കുട്ടി ഞാൻ മോശമായി പെരുമാറിയെന്ന് കൂട്ടുകാരോട് പറഞ്ഞു. പിന്നെ നാട്ടുകാരായി, രാഷ്ട്രീയക്കാരായി, പോലീസുകാരായി. കുട്ടിയുടെ പ്രിയങ്കരനായ മാഷ് ഒരു ദിവസം കൊണ്ട് കൊള്ളരാത്തവനായി. പക്ഷേ അതൊന്നുമല്ല എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്. എന്നെ കാണുമ്പോൾ കുട്ടികൾ വഴിമാറുകയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് തോറ്റുപോയതോടുകൂടി പഠിത്തം നിർത്തി. പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാഷിനെ കാണാൻ വന്നത്. മാഷ് പഠിപ്പിച്ചാൽ ജയിക്കാത്ത കുട്ടികളും ജയിക്കും. അതൊക്കെ പോട്ടെ, ഉച്ചയ്ക്ക് എന്താ വേണ്ടിയത്? വേണ്ട, അതൊക്കെ ഇവിടുന്ന് കഴിച്ചോളാം. മാഷ് പഠിപ്പിച്ച ഞാൻ ആരായില്ലെങ്കിലും ഒന്നറിയാം, എല്ലാവരെയും സ്നേഹിക്കാൻ. മാഷിനോട് എനിക്ക് സ്നേഹം.